ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാലിബിൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തിരികക്കായം എന്ന സ്ഥലത്തേക്കാട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയുടെ മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വിലങ്ങാടുള്ളൊരു സ്ഥലമാണ് ഈ തിരികക്കായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് ദൂരം നടക്കാനുണ്ട്. അതാ അപ്പോഴാണ് കാണാം നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം. ഇപ്പം എത്ര വെള്ളം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കുറേ ആയി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തിയിട്ടെന്ന് പറയാൻ നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കില്ല, ഇത് പോകുന്ന റൂട്ടാട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കല്ലാച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ കല്ലാച്ചിയിൽ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ കരുകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നേരെ മുന്നോട്ട് വിലങ്ങാട് റോഡിന് വന്നിട്ട് നമ്മൾ കരുകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇടത്തെ സൈഡിലേക്ക് ഒരു ചേലാലക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇത് കാണാം, ഇത് കാണാം, കവാടം കാണാം. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാം. നമുക്ക് റോഡുമൊന്നും നമ്മൾ കാണൂല, ഈ സ്ഥലം കുറച്ച് അങ്ങോട്ടേക്ക് പോവണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറച്ച് എന്താ പറയുക, ചെറിയ വഴികളൊക്കെയാണ്, ഞാൻ കാണിച്ചു തരാം വഴികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇങ്ങനെ പോകണം കേട്ടോ, കുറച്ച് ഇറങ്ങാനൊക്കെ കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താം. ഇന്ന് കുറേ ആൾക്കാരുണ്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, ഒന്നാമത് ഹർത്താലും കൂടിയാണ് കോഴിക്കോട് ജില്ലയ്ക്ക്. അപ്പോൾ എന്താ, അമ്മയും ചേച്ചിയുടെ മോളും കുഞ്ഞും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കുഞ്ഞ് മുന്നിൽ ഓടുന്നുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവൾ മുന്നോട്ടേക്ക് ഓടിയിട്ടുണ്ട്. ഒക്കെ ഈ വഴികളെല്ലാം ബൈഹാർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവൾ ഇടക്കിടക്ക് വരുത്തുന്നുണ്ട്. ഞാൻ കുറേ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വിഷുവിനെങ്ങാൻ വന്നതാണ് ഞാൻ, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടെ എത്തിച്ച് കാണാം ബാക്കി വഴികളൊക്കെ. ഇങ്ങനത്തെ ഇവിടെ കുഞ്ഞൊരു ഒരു തോട് എന്നൊക്കെ പറയാം, നമ്മൾ തോട് എന്നാണ് പറയുക. തോട് എന്നും പറഞ്ഞിട്ട് ഇതൊരു ആണീന്നൊക്കെ പറയണം. കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ മഴക്കാലം നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളമുള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണ് ചവിട്ടാതെ ഇറങ്ങാമെന്ന് നോക്കുന്ന കേട്ടോ. അമ്മയും മോളും കുഞ്ഞിയും കൂടി മുന്നോട്ട് പോകുന്നത്. ഇതാ നമ്മുടെ വെള്ളച്ചാട്ടം ഇപ്പം കാണും. അപ്പോൾ അതിനടുത്തെത്താനായിട്ടാ, വെള്ളച്ചാട്ടത്തിനടുത്തെത്താനായി. ചിലപ്പോൾ ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കാതിരിക്കും, കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് ദൂരോട്ടേക്ക് സൗണ്ട് കേൾക്കാം. നല്ല മഴക്കാലത്താണെങ്കിൽ നല്ലതായിട്ട് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇതാ അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ, അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതിലും നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൊണ്ട് മൈക്ക് യൂസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം, തിരികക്കായം വെള്ളച്ചാട്ടം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോൾ കുഞ്ഞിക്ക് വെള്ളത്തിലിറങ്ങണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന കേട്ടോ ഇത്. ഞാനവളോട് പറഞ്ഞിട്ടുണ്ടായില്ല, ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളത്തിലിറങ്ങാൻ. പക്ഷെ നമ്മൾ പറയാണ്ട് അവൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. തല നനക്കരുത്. ആ ഡ്രസ്സാണ്.
കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇവിടെ ഇറക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം ഞാൻ ഓൾറെഡി ഓൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് അവൾ ഇറങ്ങാണ്ടിരിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ അമ്മേനോട് പറയുകയും ചെയ്ത് നമുക്ക് എന്തായാലും ഇത് കയ്യിൽ വെക്കാം. കാരണം വെറുതെ നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, ഞാൻ നനച്ചോട്ടെ ചേമ്മ, ഈ ഡ്രസ്സെല്ലാം ഞാൻ നനച്ചോട്ടേന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നനച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ ചുറ്റൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതിൻ്റെ താഴോട്ടൊരു ജസ്റ്റ് തോട് പോലെ നമ്മളിതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് കറക്റ്റ് ഞാൻ സ്ഥലം പറഞ്ഞുതരാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നേരത്തെ ജസ്റ്റ് കല്ലാച്ചിന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. കല്ലാച്ചി അറിയാത്തവരും കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലുള്ള വടകര കല്ലാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കി നേരത്തെ പറഞ്ഞ സെയിം റൂട്ട് തന്നെ. വിലങ്ങാട്, കല്ലാച്ചിയിൽ നിന്ന് വിലങ്ങാട് റൂട്ടിലേക്ക് വന്നിട്ട് ഇവിടുന്ന് കരികുളം എന്നുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ ചേലാളിക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു കവാടം കാണാം. അതിന് നേരെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം കാണാം. അതാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞ് കുറേ കളിച്ചിട്ട് അവിടുന്ന് നല്ല തണുപ്പാണ് വെള്ളത്തിന്. എനിക്ക് തന്നെ കാലിങ്ങനെ വെച്ചിട്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഓളങ്ങനെ കുറേ കളിച്ച് ഒക്കുന്നൊരു വീക്കെൻഡും കൂടിയല്ലേ, അതുകൊണ്ട് ഓൾ അടിപൊളിയായി നിന്ന്. പിന്നെ താഴോട്ട് ഒരു ചെറിയ ഇങ്ങനെ തോട് പോലെയുള്ളതായിട്ട് താഴോട്ട് ചെറിയ ഇതുണ്ട്. വാ വാ വാ. അപ്പം കുഞ്ഞ് കയറുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം തോട്. ഇതുണ്ടോ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം താഴോട്ട് ചെറിയൊരു തോട് വഴി ഇങ്ങനെ പോകും കേട്ടോ. ഇതാണ് നമ്മളെ വീഴരുതേ. ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. ഇവിടെ എങ്ങനെയുണ്ടോ, അങ്ങോട്ടങ്ങോട്ട് പോയാൽ നല്ല രസങ്ങളൊക്കെ ഉണ്ടോ. ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ സ്ഥലങ്ങൾ. ഈ വീക്കെൻഡിലൊക്കെ എല്ലാവരും എങ്ങോട്ടാണ് പോവാന്നൊക്കെ ആലോചിക്കുമ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര രസമാണ്. കുഞ്ഞി അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോവണ്ട, വള്ളിയൊന്നും പിടിച്ചാടരുത്. ഇങ്ങോട്ട് വാ. ആടെയോ ഉരുണ്ട് പോവാ, വള്ളി എൻ്റെ മോള് ചുറ്റി ചാടില്ല. ഇങ്ങോട്ട് വാ. വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനോട് കുറേ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഞാൻ ഒരിയാണ് അവളെ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറ്റി. നമ്മളങ്ങനെ തിരിച്ചു പോന്നിട്ടാ. നമ്മുടെ കാണുന്നുണ്ടോ അങ്ങ് ദൂരെ ആ വെള്ളച്ചാട്ടം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അവളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങോട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടത്തേക്ക്. അപ്പോൾ ഇടയ്ക്കല നമ്മൾ വരുത്തുന്നു. ഞാനിപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു വന്നിട്ട്. അപ്പോൾ കുറേ ആളുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് കുറേ ആളുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് ഹർത്താലും കൂടിയല്ലേ കോഴിക്കോട് ജില്ലയ്ക്ക്. അപ്പോൾ ആൾക്കാർ കുറച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പം നല്ല ആളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ട് ആളുണ്ട്, എന്നാൽ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവലുണ്ട്. ഇതൊരു ഉച്ച സമയമായതുകൊണ്ടാണ് ഇത്ര കുറവ്. അല്ല, ഇത്ര മാത്രം ആൾക്കാർ, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കയറിയിട്ട് കിതക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് ഭക്ഷണമെല്ലാം കഴിക്കണം. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം വൈൻഡപ്പ് ചെയ്തതിന് ശേഷം അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ, നമുക്ക് ആ ഒരു നഴ്സറിയിലും കൂടി പോവാം, ആ ഗാർഡൻ്റെ അവിടെയും കൂടി പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വിധത്തിൽ അവിടെ കയറിയിട്ടോ, ആ നഴ്സറിയിൽ കയറിയിട്ടോ. എന്ത് ഭംഗിയാട്ടോ അവിടുത്തെ ഓരോ ചെടികളൊക്കെ കാണാൻ. പൈസ കേട്ട് ഞെട്ടി. 1.5 ലക്ഷം ഉറുപ്പ്യേൻ്റെ ചെടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഞാൻ 80,000 ഒരു ചെടീൻ്റെ കണ്ടിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ തെറ്റിപ്പോയതാണോ, 8,000 ആണോ, ആ ഒരു ഡൗട്ടിൽ അവരോട് ചോദിച്ചു ഇത് 80 തന്നെയാണോ. അപ്പോൾ അവർ പറഞ്ഞാൽ അത് 80,000 തന്നെയാണ്. എന്താ മറ്റേ ബോൺസായി എന്നോ അങ്ങനെയൊക്കെ ആട്ടോ പറഞ്ഞത് ആ ചെടീൻ്റെ പേര്. ഈ കാണിച്ച ചെടിയാന്ന് തോന്നുന്നു ബോൺസായി എന്ന് പറഞ്ഞ ചെടി. ഇതിന് 8,000 തോന്നുന്നു. അപ്പോൾ ഇതിന് 8,000 തോന്നുന്നു റേറ്റ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് ചൈനയിൽ നിന്നേറ്റം വരുന്നത് കൊണ്ട് ആ ഒരു റേറ്റ് ഉണ്ടാവും, നല്ല റേറ്റ് ഉണ്ടാവും ഈ ബോൺസായി ചെടികൾക്കൊക്കെ. അപ്പോൾ 1.5 ലക്ഷത്തിനും 80,000 ഉറുപ്പിനെല്ലാം ചെടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു വണ്ടർ അടിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പൈസേൻ്റെ ചെടിയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള ഒരു ഇതായി. കാരണം നമ്മളൊക്കെ ചെറിയ പൈസേൻ്റെ സാധനങ്ങളൊക്കെ അല്ലേ, ചെടിയൊക്കെ അല്ലേ വാങ്ങുള്ളൂ. ഇത്രയും പൈസയിലൊന്നും നമ്മളൊന്നും വാങ്ങലില്ല. അപ്പോൾ അവിടെ കുറേ ഞങ്ങൾ കണ്ട്, കുറേ ചെടികളുണ്ട്, പല ടൈപ്പ് ഓഫ് ചെടികളുണ്ട്. കുറേ ഞങ്ങൾ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒന്നും വാങ്ങിയിട്ടില്ല. നമുക്കൊരു റിസോർട്ടുണ്ട്,
സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പോൾ ബൈ.